PM ശ്രീയിൽ മറ്റ് നിയമസഭകളിലെ CPM നിലപാട് പരിശോധിക്കാൻ CPI. രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള നിയമസഭയിലെ നിലപാടാണ് പരിശോധിക്കുക. CPM MLA-മാരുടെ പ്രസംഗം അടക്കം പരിശോധിക്കും. വിഷയം ദേശീയ എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യും. ധനസുമോദ് വിശദാംശങ്ങൾ നൽകാൻ. ധനസുമോദ്, CPIക്ക് കടുത്ത അതൃപ്തിയും അമർഷവും ഒപ്പം നിശ്ചയമായും അവർക്ക് വലിയ വിഷമവുമുണ്ട്. കാരണം ഇങ്ങനെ ഒരു പദ്ധതിയിൽ അവരുടെ മാനാഭിമാനം പണയപ്പെടുത്തി അതിന് കൂടെ നിൽക്കേണ്ടി വന്നു എന്നതിൻ്റെ ഒരു വിഷമം, ദുഃഖം, അത് പി സന്തോഷ് കുമാറിന്റെ വാക്കുകളിൽ നിന്നല്ലേ നമ്മൾ കണ്ടതാണ്. ബിനോയ് വിശ്വം ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് കടക്കുന്നില്ല എങ്കിൽ കൂടിയും കേരളത്തിന് മുന്നിൽ അവരുടെ ഒരു നിരാശ പ്രകടിപ്പിക്കുന്ന രീതിയിൽ അവരുടെ ഇടപെടലൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിന്മേൽ നിൽക്കുന്നില്ല. ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് നടപ്പാക്കിയെന്ന് പറയുന്നുണ്ടല്ലോ CPM. അവിടെയൊക്കെ ഇപ്പോ പ്രാതിനിധ്യമുള്ള സഭകളിൽ പ്രാതിനിധ്യമുള്ള സ്റ്റേറ്റുകളുമുണ്ട് CPM-ന്. അവിടെയൊക്കെ CPM എടുത്ത നിലപാട് എന്താണ് എന്ന് സീരിയസ് ആയി പരിശോധിക്കുന്നുണ്ടോ CPI? എങ്ങനെയെങ്കിലും CPI-യുടെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? അമൃത, ഇപ്പോൾ പ്രധാനമായും CPI ചൂണ്ടിക്കാണിക്കുന്നത് CPI ഇരുട്ടത്ത് നിർത്തി ഒരു നടപടിയെടുത്തു എന്നുള്ളത് മാത്രമല്ല, CPM-ന്റെ ഒരു ദേശീയ നയം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ തിരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കാര്യം. മറ്റു സംസ്ഥാനങ്ങൾ, കാര്യം CPM-ന് 1-2 MLA-മാരുള്ള സംസ്ഥാനങ്ങളിൽ അവർ ശക്തിയുക്തം ഈ PM ശ്രീയെ എതിർത്തു എന്ന് തന്നെയാണ് പ്രാഥമികമായ ഒരു പഠനത്തിലൂടെ CPIക്ക് മനസ്സിലായിരിക്കുന്നത്. ഉദാഹരണത്തിന് രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ 3 MLA-മാരുണ്ടെങ്കിൽ അവർ ശക്തമായി എതിർത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രാജസ്ഥാനിൽ എതിർക്കുകയും കേരളത്തിൽ അനുകൂലിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനം. മാത്രമല്ല, ഇന്നലത്തെ സെക്രട്ടേറിയറ്റിൽ അമർജിത് കൗർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട അടിവരയിടേണ്ട ഒരു വാചകമുണ്ട്. അതായത് നേരത്തെ ഈ നന്ദിഗ്രാം, സിംഗൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CPM നിലപാട് ആയിരുന്നില്ല CPIക്ക് ഉണ്ടായിരുന്നത്. CPIക്ക് കൃത്യമായ സംസ്ഥാന കമ്മിറ്റിക്കടക്കം ഈ തരത്തിലുള്ള അവരുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി യോജിച്ചു പോവില്ല എന്നുള്ളൊരു കാര്യം പറയുകയും അത് CPM നേതാക്കന്മാരോട് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവരാരും ഇക്കാര്യം ഒരു പൊതുജനത്തോട് പറഞ്ഞില്ല. പക്ഷേ അതിൻ്റെ ഒരു തിരിച്ചടി ഉണ്ടായപ്പോൾ CPM ഒഴുകിപ്പോയതിനൊപ്പം ബംഗാളിൽ CPM ഒഴുകിപ്പോയതിനോടൊപ്പം തന്നെ CPIയും ഒഴുകിപ്പോയി. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ജനത്തോട് ഇത് പറയണം. PM ശ്രീയിൽ വലിയ കൃത്യമായ ഒരു എതിർപ്പ് CPIക്കുണ്ട്. CPM-നും ഈ നിലപാട് തന്നെയാണ്. പക്ഷേ അവർ ചില ഈ ഏതാനും കോടികൾ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള നിലപാട് മാറ്റിയെന്നുള്ള കാര്യം ശക്തിയുക്തം തന്നെ പറയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ജനറൽ സെക്രട്ടറി D. രാജ ജനറൽ സെക്രട്ടറി CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബിക്ക് കത്ത് കൊടുത്തിരുന്നു. MA ബേബി ഇന്ന് രാവിലെ ഡൽഹിയിലെത്തും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഇവരുടെ എക്സിക്യൂട്ടീവിന് ശേഷം 2 പാർട്ടികളുടെയും ജനറൽ സെക്രട്ടറിമാർ കൂടിക്കാഴ്ച നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ PM ശ്രീ വിഷയത്തിലുള്ള CPM-ന്റെ ഇരട്ടത്താപ്പ് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കൂടിയാണ് CPI.